അസ്സലാമലൈക്കും. എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. ബ്ലഡിൽ ക്യാൻസറാണ്. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ട് വീട് വേണമെന്ന്. എല്ലാവരും അതിനെ സഹായിക്കണം, എല്ലാം അമ്മമാരെ സഹായിക്കണം, അതുപോലെ ഉൾപ്പെടുത്തണം. ഇതൊക്കെ മോളെ നോക്കലും ഇതൊക്കെ കൂടിയിട്ട് ഞങ്ങൾക്ക് നടക്കുന്നില്ല. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പാസ്സായിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു വീട് വെച്ചിട്ടുണ്ട്. അത് പകുതിയായിട്ട് കിടക്കണം. അത് പൂർത്തീകരിക്കാൻ കൊണ്ട് പറ്റിയിട്ടില്ല. എൻ്റെ മോളെ ചികിത്സക്ക് സഹായിച്ചപ്പോൾ ചെറിയ വീടിൻ്റെ പൈസ സഹായിക്കാൻ ഇവിടെ മോളാഗ്രഹം സഹായിക്കാൻ പറ്റും. മോളെ ആലോചിക്കുന്നുണ്ട് സഹായിക്കണം. അസ്സലാമലൈക്കും. എൻ്റെ മോളാണ്. എൻ്റെ മോൾക്ക് RCCയിലാണ് കാണിക്കുന്നത്. ബ്ലഡ് ക്യാൻസറാണ്. 8 മാസം മുന്നേ ഞങ്ങളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും സഹായം കൊണ്ട് എൻ്റെ മോളെ ട്രീറ്റ്മെൻറ്റ് ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രാവശ്യം പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കണം മോൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിരിക്കണം. ഞങ്ങൾ വാടക വീട്ടിലാണ്, പൊടിയൊക്കെ പിടിച്ചിട്ട് കിടക്കുന്നത്. വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നമസ്കാരം, ഞാൻ സാധ്യ കഴിച്ചിട്ടാണ്. ഞാനിപ്പോൾ ചാവക്കാട് ഗുരുവായൂർ വൈലത്തൂർ എന്ന് പറഞ്ഞ ഈ റിഷ ഫാത്തിമ എന്ന് പറഞ്ഞ മോൾക്ക് വേണ്ടിയിട്ട് ഒരു 8 മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മോൾക്ക് ബ്ലഡിൽ ക്യാൻസർ ആണ്. അന്ന് ഒരു നിവൃത്തിയില്ലാതെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ ഇന്ന് ഈ കുടുംബത്തിന് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയുണ്ട് മോളെ കാണാൻ ഞാനൊരു ദിവസം മോളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളെ നമ്മളോട് ഒരു ആഗ്രഹം പറഞ്ഞത്, മോൾക്ക് ഒരു വീട് എന്നൊരു സ്വപ്നമാണ്, കുഞ്ഞു സ്വപ്നമാണ്, ചെറിയ വീട്, ഒരു വീട് എന്നൊരു സ്വപ്നം മോൾക്ക് വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ആ മോളുടെ ആഗ്രഹപ്രകാരം പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടുന്നതനുസരിച്ച് ചെറിയ കുറച്ച് പണി ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് തേപ്പൊന്നും ആയിട്ടില്ല, അത്ര എത്തിയിട്ടുള്ളൂ. വീട് പോയി കണ്ടു. അപ്പോൾ ആ വീടൊന്ന് മുഴുപ്പിക്കാൻ ഒരു 4-5 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഈ മോളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണത്. കാരണം ഒരു വീട് എന്നൊരു സ്വപ്നമാണ്. ഡോക്ടർ അടക്കം പറഞ്ഞേക്കണത് കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഈ മോളുടെ ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും വീട്ടിൽ എല്ലാവരും കൈ കോർത്താൽ നമുക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മൾ കാണുന്ന ആളുകൾ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഒരു തുക ഈ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതായത് ഇവരുടെ അക്കൗണ്ടാണ്, അവരുടെ ഗൂഗിൾ പേ ആണ്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് ഒരു 10 ഗ്രൂപ്പിലേക്ക് അങ്ങനെ ഓരോരുത്തർക്കും ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് എത്തിക്കണം. കാരണം ഇപ്പോൾ വീഡിയോക്ക് റീച്ച് ഇല്ലാത്ത കാരണം ഒരുപാട് ബുദ്ധിമുട്ടാണ്. വീഡിയോ ആളുകളിലേക്ക് എത്തിയാൽ ഫണ്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ മോളുടെ ആഗ്രഹം നിറവേറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഇവരൊന്ന് സഹായിക്കണം. ഈ മോളുടെ ഉമ്മയുടെ അക്കൗണ്ട് നമ്പർ, ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും സഹായിക്കണം. അസ്സലാമലൈക്കും. ഞാൻ ആഷിം മൊല്ലാവുന്നു. ഞങ്ങളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മളെ പൊന്നുമോള് റിസ ഫാത്തിമക്ക് വേണ്ടിയിട്ടാണ്. റിസ ഫാത്തിമക്ക് വേണ്ടി നമ്മൾ ആദ്യം ഒരു വീഡിയോസ് നമ്മൾ സാജൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലവരായ നിങ്ങളുടെ സഹായം കൊണ്ട് 16 ലക്ഷം രൂപ കിട്ടി. ഇന്നും ആ പിഞ്ചുമോള് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ആ മോൾക്ക് വേണ്ടിയിട്ട് ആണ് എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ആ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോൾ ആ മോള് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ നേരത്ത് അതിന് ഇൻഫെക്ഷൻ കൂടി ആ കുട്ടീനെ ഒരു സുരക്ഷിതമായ ഭാഗത്തേക്ക് മാറ്റാനാണ് ഡോക്ടർമാർ നിർദ്ദേശം. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ സഫലീകരിച്ച് കൊടുക്കണം എന്നാണ് ആ രക്ഷിതാക്കളോട് ഡോക്ടർ അപേക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കുട്ടിക്ക് നല്ല സുരക്ഷിതമായ ഒരു വീടിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ആ കുട്ടിയുടെ വീട് ഇനിയും കുറച്ച് പണി ചെയ്തിട്ട് ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ, ഈ വീഡിയോസ്, ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഭവനത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ആ പിഞ്ചു മോൾക്ക് വേണ്ടി ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതേപോലുള്ള അവസ്ഥ നമ്മൾക്കാർക്കും നമ്മളെ മക്കൾക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.